എന്തായാലേ വാഹനപ്രേമികൾ. വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് Ajaytechtips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. ഇപ്പൊ ഞാനിന്ന് വന്നത് ടെക് വീഡിയോ ആയിട്ടൊന്നുമല്ല, ഒരു യൂട്യൂബേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പണ്ട് ഇവരെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് ആയിട്ടായിരുന്നു വീഡിയോ ചെയ്തത്, വേറെ ആരുമല്ല, ebulljetനെ കുറിച്ചിട്ട്. അന്ന് എനിക്ക് നല്ല നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു വാഹനമല്ലേ, ആ വാഹനത്തിനെ എങ്ങനെ സ്നേഹിക്കണം, അവര് വാഹനത്തിനെ സ്നേഹിച്ചത് കണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പൊ എനിക്കും തോന്നി ഞാൻ അത് പറഞ്ഞിട്ട് അധികമാണോ എന്ന്. പക്ഷെ ഈ ഒരു വീഡിയോ കാണലും അത് തീരുമാനമായി. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്ത് യൂട്യൂബിൽ വീഡിയോ ചെയ്ത ആൾക്കാരായിരുന്നു സീക്രട്ട് ഏജന്റ് പറഞ്ഞ ചാനല്. അവരെന്നെ ഇതിനെതിരായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഏതാണ് കാര്യം പറയണമോ മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ഒരു കേസ് ആയതുകൊണ്ട് അധിക പേരും ഡിസ്ലൈക്ക് ചെയ്യാനൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയാ, നിങ്ങൾ ലൈക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമന്റ്, നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിമൂവ് ചെയ്യും. തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഡിലീറ്റ് ചെയ്യും. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം. ebulljetന്റെ കോൺട്രവേഴ്സറീസും അതിൽ ഞാൻ പ്രതികരിച്ചതും അതിനെക്കുറിച്ചുള്ള വീഡിയോസും എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. ഇവിടെ ഇന്ന് പറയാൻ കാരണം, 2 ദിവസം മുമ്പ് ebulljet ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ അപ്ലോഡ് ചെയ്ത വീഡിയോ ഞാൻ കണ്ടു. ഞാൻ അവരെ കാണാറുണ്ട്, പ്രത്യേകിച്ച് അവരെ കോൺട്രവേഴ്സറി വീഡിയോസ്. കാരണം അതിന് അഭിപ്രായമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് അവരെ വെച്ചിട്ട് സബ്സ്ക്രിപ്ഷനും വ്യൂസും കിട്ടാനല്ലേ ചോദിച്ചാൽ അതെ ആണ്. കാരണം അവരും സബ്സ്ക്രിപ്ഷനും ലൈക്കിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ebulljet അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് അവർ വാഹനപ്രേമികളായിട്ടാണ്. പക്ഷെ ആ ഒരു കാര്യം കേരള ജനതയ്ക്ക് മനസ്സിലായി, അത് ഫേക്ക് ആണെന്ന്. കാരണം ഇന്നലെ നല്ലൊരു വണ്ടി തല്ലി പൊട്ടിച്ച് പൊളിച്ചു കളഞ്ഞു. അപ്പം അതിൽ അവർ പറഞ്ഞ എക്സ്പ്ലനേഷൻസും ഉണ്ട്, അതിൽ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആദ്യം ഞാൻ പറയാൻ പോണത്, ഞാൻ കണ്ടെത്തിയ കാര്യം ഒരു ഫോർഡിന്റെ വെഹിക്കിളാണ്, ഫോർഡ് ഐക്കണാണ് അവര് തല്ലി പൊട്ടിച്ച് കളഞ്ഞത്. അത് പൊളിക്കുന്ന രീതിയൊക്കെ കണ്ടാൽ നമുക്ക് വേദന തോന്നും. കാരണം നമ്മളും വണ്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അവരെ നെപ്പോളിയനെ പോലെ, അത് അവര് പറയരുത് വണ്ടിയെ സ്നേഹിക്കുമ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ പറഞ്ഞിട്ട് അത് പൊളിച്ചിട്ട് പോലീസുകാർക്കെതിരെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതെന്ന് പറയുമ്പം ഇവര് ചവിട്ടി പൊളിക്കുക വരെ ചെയ്യാം. അപ്പം അതില് അവര് പറയുന്ന ഒരു എക്സ്ക്യൂസ്, അത് ടോട്ടൽ ലോസ് വണ്ടിയാണ്. 2 സ്ഥലത്ത് ആ വീഡിയോയിൽ പറഞ്ഞ ടോട്ടൽ ലോസ് വെഹിക്കിൾ ആണെന്ന്. ടോട്ടൽ ലോസ് എന്താണെന്ന് ആദ്യം എബിനും ലിബിനും മനസ്സിലാക്കുക. കാരണം ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയതിനു ശേഷം, ഒരു വെഹിക്കിൾ ആക്സിഡന്റ് ആയതിനു ശേഷം റിപ്പയറബിൾ അല്ലെങ്കിൽ മാത്രമാണ് ടോട്ടൽ ലോസ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ വണ്ടി അവർ ഡിമോളിഷ് ചെയ്യും. ഡിമോളിഷ് ചെയ്യാൻ പറഞ്ഞാൽ അതിനൊരു പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. RTO RC ക്യാൻസൽ ചെയ്ത് അതിനുശേഷം പാർട്ടായിട്ട് ഊരിയെടുത്ത് അതിനുശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന പാർട്ട് വേറെ വണ്ടിയിലേക്ക് കൊടുക്കാം. അതാണ് ഡിമോളിഷിങ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവര് ചെയ്ത പോലെ ചവിട്ടി പൊട്ടിക്കലല്ല. അപ്പം ഇവര് പറഞ്ഞ ടോട്ടൽ ലോസ് അല്ല കാര്യം, അത് ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്നത്. ഇവരത് പറയുമ്പോൾ RC എക്സ്പയർ ചെയ്യ പറഞ്ഞാൽ അത് ശരിക്കും റിന്യൂവൽ കിട്ടേണ്ടതാണ്. കാരണം ആ വണ്ടി ഓടിച്ചിട്ടാണ്, അത്രയും കയറ്റം ഓടിച്ച് കയറ്റിയിട്ടാണ് അവര് വരുന്നത്. അപ്പൊ അത്രയും നല്ലൊരു വണ്ടി റിന്യൂവലിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടേണ്ടതാണ്. അപ്പൊ അത് ചെയ്തില്ല. ഇവരെ ഒമ്നിനേക്കാളും നല്ല കണ്ടീഷനുള്ള വെഹിക്കിൾ ഇവര് ഇടിച്ച് പൊളിച്ച് കളഞ്ഞു. അപ്പൊ ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം, അപ്പൊ അവര് പറയും ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി, 1 ലക്ഷം കൊടുത്തിട്ട് വാങ്ങിയ വണ്ടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾക്ക് പൊളിച്ചു കളയാം. പക്ഷെ ഇവർക്കെതിരെ ഒരു 18,000 റുപ്പീസ് ഫൈൻ ചെയ്തപ്പോൾ ഇവര് ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് 5 പൈസന്റെ ഗതി ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതും ഫൈൻ അടയ്ക്കാൻ മടിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ കുറെ പേര്, എനിക്കതിൽ ഒരു സിമ്പതിയും ഇല്ല, അവര് വ്യൂസിന് വേണ്ടിയിട്ടും സബ്സ്ക്രിപ്ഷനും വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത്. ഇപ്പൊ കേരള ജനതയ്ക്ക് മനസ്സിലായി ebulljet എന്ന് പറയുന്നത് വെറും ഫേക്ക് ആണെന്ന്. ഈ വീഡിയോ ഇട്ടിട്ട് എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. ഈ ഒരു കാര്യം എനിക്ക് പ്രേക്ഷകരോട് പറയാൻ തോന്നി, അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്. അപ്പൊ വാഹനപ്രേമികൾ അന്ന് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും വാഹനപ്രേമി തന്നെയാണ്. ഒരു കാരണവശാൽ ഞാനൊരു വാഹനം ചവിട്ടി പൊളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് യോജിക്കുന്ന കാര്യമല്ല. ചവിട്ടി പൊളിക്കുക ചെയ്തത്, ലിബിൻ ആ ഗ്ലാസ് ലെഫ്റ്റ് സൈഡ് മിറർ ചാടി ചവിട്ടായിരുന്നു ചെയ്തത്. പിന്നെ വണ്ടീന്റെ മേലെ കയറി ഡാൻസ് ചെയ്തു. ഒരു ചളുക്കൊന്നും ഇല്ല കേട്ടോ, നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അത് ഇവര് 1 ലക്ഷം രൂപ. അപ്പൊ അവര് പറയാം, പണ്ടൊരു പടത്തിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ, ഞാൻ വാങ്ങിയ ഹാർമോണപ്പെട്ടി എനിക്ക് തല്ലി പൊട്ടിക്കാം. ഓക്കെ, പൊട്ടിച്ചോളൂ, ഇത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, നിങ്ങൾക്ക് പൊട്ടിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാൻഡേറ്റ്സ് നോക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും വാഹനപ്രേമി എന്ന് പറയരുത്. നിങ്ങൾ ഡിമോളിഷിംഗ് ഫേം തുടങ്ങുക.
എന്നിട്ട് ആദ്യം നിങ്ങളുടെ നെപ്പോളിയനെ തന്നെ കൊണ്ടുവന്ന് പാർട്ട് ബൈ പാർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് വിൽക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഈ ഒരു വ്യൂസിന് വേണ്ടിയിട്ട് ഒരു വണ്ടിനെ കൊല്ലാക്കൊല ചെയ്യണം കണ്ടപ്പം ഒരു വിഷമം തോന്നി. അത് മാത്രമാണ് ഞാൻ ഇവിടെ പ്രതികരിക്കുന്നത്. ഈ ടൈറ്റിൽ കണ്ടിട്ട് തെറി വിളിക്കാണ്ട് ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണാം. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം ഈ ഡിമോളിഷ് ചെയ്യാനുള്ള വണ്ടി എന്തായാലും സ്ക്രാപ്പ് കൊടുക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് തന്നെ പൊളിക്കുക. സ്ക്രാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു വെഹിക്കിൾ സ്ക്രാപ്പ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ പാർട്സ് റീയൂസ് ചെയ്യും. റീയൂസ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വണ്ടി പൊളിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മോഡല് നിർത്തിയ വണ്ടിയാണെങ്കിൽ ആ മോഡലിൽ വേറെ ഓടുന്ന വണ്ടികളുണ്ടാവും. ഇവര് ചവിട്ടി പൊളിച്ച മിറർ അതിൽ വെക്കാം. ഇവര് ഈ ഇളക്കി കളിച്ച അത് ടിൽറ്റ് സ്റ്റിയറിംഗ്, ആ സ്റ്റിയറിംഗ് വേറെ ഫോർഡിൽ വെക്കാം. ഇതൊക്കെ യൂസബിൾ ആണ്. അപ്പൊ അതേപോലെ എഞ്ചിന്റെ പല പാർട്സും വേറെ ഫോർഡിന്റെ വെക്കാൻ പറ്റും. ഈ ഒരു കാര്യമാണ് ഞാനിവിടെ ഊന്നി പറയുന്നത്. കാരണം ഇവര് വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരല്ല, വെറും വ്യൂസിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്. ഞാനും വ്യൂസിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്, എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നത്. പക്ഷെ ഇതൊരു എത്തിക്കൽ വേലല്ല ഇവർ ചെയ്തതെന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.